ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. സോ ഞങ്ങളിന്ന് പോകുന്നത് ഞങ്ങളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. സോ അവിടത്തേക്ക് ഞങ്ങൾ യാത്ര പോകാൻ പോവാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ബറോഡ എന്ന സ്ഥലത്ത്. ഓക്കെ, സോ ബറോഡയെ പറ്റി പറയുകയാണെങ്കിൽ ഗുജറാത്ത് നിങ്ങൾക്കറിയാലോ, വളരെ നല്ലൊരു സിറ്റിയാണ്. ഇവിടെ നിങ്ങൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഭയങ്കര അട്രാക്ഷൻ ആയിട്ടുണ്ട് ഇത്. സോ ഇന്ത്യയിലുള്ളവരിന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്. പുതിയതായിട്ട് സ്ഥാപിച്ച ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയും. സർദാർ വല്ലഭായ് പട്ടേലിനെ ഓർമ്മക്കായി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്രതിമ. വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഉയരം കൂടിയ പ്രതിമ എന്ന് തന്നെ പറയാം. സോ അഭിമാനകരമായ ഒരു നിമിഷത്തിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ വെരി എക്സൈറ്റഡ്. പതിയെ കാണാം. അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളുമായി മുന്നിൽ കാണാം. ഫ്രണ്ട്സ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 80 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് അവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഏകദേശം ഞങ്ങളവിടെ എത്തിയിരിക്കുകയാണ്. 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഹൈവേ നിങ്ങൾക്ക് കാണാം. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ സർദാർ പട്ടേലിൻ്റെ പ്രതിമ നിങ്ങൾക്ക് കാണാം ദൂരത്തായിട്ട്. സോ ആഫ്റ്റർ റെസ്റ്റ് ഞങ്ങൾ അവിടത്തേക്ക് വിടുന്നതാണ്. ഞങ്ങൾ ഏകദേശം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങളെ മുന്നിലായിട്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഈ കെവഡിയ ഡിസ്ട്രിക്റ്റിലുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഏരിയ. ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. നമുക്ക് വിശദമായിട്ട് അപ്പോൾ നമ്മളിവിടെ കെവഡിയ കാർ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഒഫീഷ്യൽ ബസ്സുകളുണ്ട്. ഇവിടുന്ന് സൗകര്യമുണ്ട്. ഇവിടുന്ന് വിസിറ്റേഴ്സിനെ അവിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സോ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് കാണാൻ നിങ്ങൾക്ക് ചിൽഡ്രൻസ് പാർക്കും അതുപോലെ തന്നെ വളരെ അകലെയായിട്ട് നിങ്ങൾക്ക് ഒരു ഇത് കാണാം, സർദാർ പട്ടേലിൻ്റെ പ്രതിമ ബാക്ക്ഗ്രൗണ്ടിൽ. വളരെ നല്ലൊരു വ്യൂ ആണ് ഇവിടുത്തുള്ളത്. അപ്പോൾ നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാണാം. ഇവിടത്തേക്കുള്ള ബസ്സാണ് വരുന്നത്. ഓക്കെ, കയറാൻ ബസ്സിലേക്ക്. ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ ഈ നർമ്മദ നദിയാണ് ഇവിടെ ബാക്കിൽ നിന്ന്. അങ്ങനെ നമ്മൾ കെവഡിയ ബസ് സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. സോ ഒഫീഷ്യലി ഇവിടം വരെ നമുക്ക് ബസ് ഉണ്ടാവും. ഇവിടുന്ന് നമ്മൾ ബൈ വാക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റി സൈറ്റിലേക്ക് നടന്നു പോകേണ്ടതാണ്. സോ നിങ്ങൾക്ക് കാണാം അവിടെ ഒത്തിരി ബസ്സുകൾ കെവഡിയ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ബസ്സുകൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് മാത്രം ഇവിടെ ഉണ്ട്. വലിയൊരു ബസ് സ്റ്റാൻഡ്, നല്ല ഫെസിലിറ്റീസാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഇവിടെ എത്തിയിരിക്കുകയാണ്. സോ ഏകദേശം പൊസിഷൻ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ ഒരു വ്യൂ, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വ്യൂ. നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഓക്കെ, ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ മെയിൻ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം അവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇതൊക്കെ മീൻസ് സാനിറ്റൈസേഷനും ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ എൻട്രി ഉള്ളൂ. അപ്പോൾ എൻട്രി ആയി നമ്മൾ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
നല്ലൊരു ഗ്രീനറി നിങ്ങൾക്ക് കാണാം. ഗാർഡൻ ഏരിയ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാ സ്ഥലത്തും കോവിഡിൻ്റെ പ്രോട്ടോക്കോൾസ് അങ്ങനെ എഴുതി വച്ചിരിക്കുന്നുണ്ട്. അക്കാര്യത്തിലും വളരെ നല്ല. ഇവിടെ ഒരു ഇത് കാണാം നിങ്ങൾക്ക്, ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന് പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസും അവിടെ എഴുതി വച്ചിരിക്കുന്നുണ്ട്. സോ ഇതാണ് വാക്ക് വേ, നമ്മുടെ അതായത് എൻട്രൻസിലേക്കുള്ള വാക്ക് വേ. പ്രതിമയുടെ താഴെ എത്താനുള്ള എൻട്രൻസ്, പവലിയൻ എൻട്രൻസിലേക്കുള്ള ഒരു വാക്ക് വേ ആണിത്. സോ മന്ദം നമ്മൾ നടന്നു പോകുമ്പോൾ സൈഡിൽ നല്ല വ്യൂ നിങ്ങൾക്ക് കാണാം. അവിടെ ദൂരത്തായിട്ട് നിങ്ങൾക്ക് സർദാർ പട്ടേലിനെയും കാണാം, തലയുയർത്തി നിൽക്കുന്ന സർദാർ പട്ടേൽ പ്രതിമ. ഇവിടെ എൻ്റെ ലെഫ്റ്റ് സൈഡ് കോർണറിൽ നിങ്ങൾക്ക് കാണാം ഒരു പവലിയൻ അവിടെ ഉണ്ട്. സോ ഇത് രാത്രി കാലങ്ങളിൽ ഈവനിങ് ടൈമിലാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ലേസർ ഷോ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. സോ ഇവിടെ ഒരു ദിവസം തങ്ങിയിട്ട് പോകുന്നവർക്ക് വളരെ നല്ല കാഴ്ചാനുഭവം ഉണ്ടായിരിക്കുന്നതാണ്. ഇതാണ് എൻട്രൻസ്, മീൻസ് സെക്യൂരിറ്റി ചെക്ക്. അതിനുശേഷം സാനിറ്റൈസേഷൻ നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ ഉള്ളിലേക്ക് പോകാൻ. സോ വളരെ സെക്യൂർഡായിട്ടുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം സ്റ്റെപ്സ് അവിടെ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. സോ 1 by 1 വിത്ത് ഡിസ്റ്റൻസ് നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അവിടെ സാനിറ്റൈസേഷൻ ക്രൂ ഉണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ വെളിയിൽ എത്തിയിരിക്കുകയാണ്. സോ ഇനി അങ്ങോട്ട് നടന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പവലിയനിലേക്ക് പോകാൻ പറ്റൂ. സോ മുന്നോട്ട് പോകാം. ഇതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി പവലിയൻ എന്ന് പറയുന്നത്. ഇതിൽ സർദാർ പട്ടേലിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന ഇതിൻ്റെ നേരെ താഴ്വശത്തായിട്ട് ഫുൾ ഡീറ്റെയിലിംഗ്, അതായത് ഇതിൻ്റെ മേക്കിംഗ് ഓഫ് ദി സ്റ്റാച്യു, ദെൻ അതിന് വേണ്ടി വന്ന കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇതാണ് സർദാർ പട്ടേൽ മുന്നിൽ തന്നെ ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ സംഭാവന നമ്മൾ ഭാരതത്തിൻ്റെ ഇത് കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് വിസിറ്റേഴ്സ് അധികം ഉണ്ടാവുക. കാരണം ഇതിൽ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. നമുക്ക് സൈഡിൽ കാണാം പല സ്ക്രീനുകളെല്ലായിട്ട് മൊത്തം ഡീറ്റെയിലിങ്സും ഇതിൻ്റെ ഒരു പ്രചോദനം ഈ ഒരു പ്രതിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് എഴുതി വെച്ചിരിക്കുന്ന വാക്യങ്ങൾ. അദ്ദേഹം ഒരു വിസിറ്റേഴ്സ് ബുക്കിൽ ഇവിടെ സൈൻ ചെയ്യുന്നുണ്ട്. സോ അതിൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തായിട്ട് നമുക്ക് അതായത് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി പോലെ വരുന്നുണ്ട്, പാർക്ക് വരുന്നുണ്ട്. വൈൽഡ് ലൈഫിൻ്റെ ഒരു പാർക്ക് വരുന്നുണ്ട്, നേച്ചർ പാർക്ക് എന്നുണ്ട്. അതും ഏഷ്യയിലെ നമ്പർ 1 പാർക്ക് വരാനാണ് പോകുന്നത്. അതിനുള്ള വർക്കുകൾ തീരുന്നുണ്ട്. അത് ഇനോഗ്രേഷൻ ആയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, ഇതേ വില്ലേജ്, കേവഡിയ വില്ലേജിൽ തന്നെയാണ്. ഫുള്ളി മാർബിൾ ഇട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം സർദാർ പട്ടേലിൻ്റെ ഒരു വ്യൂ, ഫോട്ടോ പോയിൻറ്റുകൾ. വളരെ നല്ലൊരു അനുഭവമാണ്, സെറ്റപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോട്ടോ സെഷൻസ്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ടുള്ള പ്രതിമകളുണ്ട്. ഇവിടെ വോളണ്ടിയർമാരുണ്ട്, ഗൈഡ്സ്, അവർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയാനുണ്ടെങ്കിലും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇവിടുന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്നും ഡീറ്റെയിൽ ആയിട്ട് ആ വലിയൊരു ബിഗ് സ്ക്രീൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ
കമ്പ്യൂട്ടറൈസ്ഡ് ഡിജിറ്റൽ സ്ക്രീൻസുകളുണ്ട്. അതിലും ഓരോരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഓഫ് ദിസ് സ്റ്റാച്യു കാണാം. ഫ്രം ദ ഫസ്റ്റ് എങ്ങനെയാണ് അത് ബിൽഡപ്പ് ചെയ്യുന്നതും അത് കംപ്ലീറ്റ് ആകുന്നതും സ്റ്റേജ് ബൈ സ്റ്റേജ് ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നുണ്ട്. അവിടെ ബിഗ് സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. സോ നിങ്ങൾക്ക് കാണാം സ്റ്റാച്യു, അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് സ്ഥിതി ചെയ്യുന്നതും പിന്നെ അത് ബിൽഡിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്. ലാർസൻ ആൻഡ് ട്യൂബ്രോ, അതായത് LNT എന്ന് പറഞ്ഞ കോൺട്രാക്ടറാണ് ഇത് ഫുള്ളായിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രോസസ്സുകൾ അതിൻ്റെ അകത്ത് ഡീറ്റെയിലിംഗ് ആയിട്ട് ഫോട്ടോ ക്ലിപ്പിങ്സിൽ കൊടുത്തിരിക്കുന്നുണ്ട്. സ്ട്രക്ചേഴ്സ് എങ്ങനെ വയ്ക്കുന്നു, സ്റ്റീൽ പ്ലേറ്റുകൾ എങ്ങനെ ഘടിപ്പിക്കുന്നു, എല്ലാ ഡീറ്റെയിലിംഗ് ഉണ്ട്. ദെൻ ഇതാണ് ഞാൻ പറഞ്ഞത്, കമ്പ്യൂട്ടർ സ്ക്രീനിൽ അതിൻ്റെ സൈഡിലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. അതിൽ 1 by 1 ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇൻട്രാക്ഷൻസ്, അതിനുശേഷം 1-2 ലൈബ്രറി അതുപോലെ പവലിയൻസ് ഉണ്ട്. ഫോട്ടോഗ്രാഫ് പവലിയൻസ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് എല്ലാം അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് മുകളിലോട്ടാണ് പോകേണ്ടത്. ലിഫ്റ്റ് ലോബിയിലേക്ക് പോയി അവിടുന്ന് മുകളിലോട്ടാണ് പോകേണ്ടത്. ലിഫ്റ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലിഫ്റ്റ് ലോബി എത്തിയിരിക്കുകയാണ്. എൻട്രി ചെയ്തു. അങ്ങനെ ഓരോരുത്തർക്ക് മാത്രമേ എൻട്രി ഉള്ളൂ. സാനിറ്റൈസേഷൻ ബോട്ടിൽ കാണാൻ നിങ്ങൾക്ക് എല്ലാവരും. പോലീസിൻ്റെ ഇത് കൃത്യമായിട്ടുണ്ട്. ലിഫ്റ്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ലിഫ്റ്റ് ഇതിൻ്റെ അകത്ത് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ലിഫ്റ്റിൻ്റെ അകത്താണ്. അതിൽ ആ ഒരു കമ്പാരിസൺ എല്ലാം കൊടുത്തിട്ടുണ്ട്. ദെൻ 1 by 1 സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുള്ള അത് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിരിക്കുന്നത് ഡീറ്റെയിൽ. സോ വളരെ നല്ലൊരു അനുഭവമാണ്. 182 मीटर है higher than the earlier tallest statue of Spring Temple with 9. ये चेस्ट वाला है क्या? ഈ വ്യൂയിങ് ഗാലറി കാണാൻ നിങ്ങൾക്ക് എത്രയോ പേര് അതിനുള്ള ഗൈഡുകളുണ്ട്, പിന്നെ ഡീറ്റെയിലിംഗ് തരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതാണ് ഗേറ്റ് എൻട്രൻസ്. നമ്മൾ അവിടെ നിന്ന് നേരെ ഉള്ളിലേക്ക് വരികയായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതിൻ്റെ അകത്ത് എൻട്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഗാലറി ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നതാണ്. ഗൈഡ് അവരവർക്ക് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് കാണാം നിങ്ങൾക്ക് അതിൻ്റെ നർമ്മദ നദി നിങ്ങൾക്ക് ദൂരെ കാണാം. HF180 നിങ്ങൾക്ക് ആ ഇത് കാണാൻ വേണ്ടിക്കൽ ഇതുപോലെ ഓരോ പില്ലറിലായിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഡീറ്റെയിലിംഗ് തരുവാണ്. मतलब हम लोग उनके हाइट में उनके दिल में खड़े 135 मीटर्स की हाइट पे, और अगर फ्लोर में काउंट करें तो हम लोग 40 फ्लोर पर है. पूरा स्टैचू 60 फ्लोर का है, 182 मीटर्स का. हम लोग हाई स्पीड लिफ्ट से आती है इसलिए पता नहीं चलता, क्योंकि जस्ट 38 सेकंड्स के अंदर लिफ्ट हम लोगों को 135 मीटर्स पे छोड़ती है.
यहाँ से आपको व्यू देखना है सरदार सरोवर डैम का, और डैम के पीछे का जो वाटर रिजर्वायर है वो भी आप यहीं से देख सकते हो। वाटर रिजर्वायर यहाँ से करीब 214 किलोमीटर पीछे एमपी तक है। राइट साइड की जो माउंटेन रेंज है सतपुड़ा की है, जो आगे जाके महाराष्ट्र में जाती है, और लेफ्ट साइड में विंध्याचल के माउंटेन रेंज है, जो आगे जाके एमपी में जाती है। तो दोनों माउंटेन रेंजेस को कनेक्ट किया है सरदार सरोवर डैम। डैम की विड्थ है 1210 मीटर की। ये इंडिया का 3rd लार्जेस्ट डैम है, और ये वर्ल्ड का 2nd कॉन्क्रीट ग्रेविटी डैम है। इतना इसमें कॉन्क्रीट भी यूज हुआ है। तो अगर कॉन्क्रीट का एग्जांपल दिया जाए तो 6 फीट का अगर कॉन्क्रीट का रास्ता बनाए तो पूरी अर्थ को चक्कर लगा सकता है, इतना रास्ता बन सकता है। तो हम लोग इससे अंदाज़ा लगा सकते हैं कितना कॉन्क्रीट होगा। और अगर स्टील का सोचे तो हम लोग 14 आईफिल टावर खड़े कर सकते हैं, इतना स्टील भी डैम के अंदर यूज़ किया है। इसको बनाया गया नर्मदा नदी के ऊपर। नर्मदा नदी के बीचों बीच साधु आइलैंड था, उस आइलैंड के ऊपर ये स्टैचू खड़ा किया गया। और अगर आप सरदार जी का फेस डायरेक्शन देखोगे तो वो डैम की तरफ है। तो उसका रीज़न ये कि डैम की जो फर्स्ट आइडिया थी तो सरदार वल्लभ भाई पटेल जी ने दी थी। उनकी इच्छा थी कि ये डैम बने ताकि हम लोग कच्छ तक पानी पहुंचा सकें। तो आज यहाँ से राजस्थान के 70 किलोमीटर अंदर तक पानी प्रोवाइड किया जाता है, और जो कैनाल बनी हुई वो वर्ल्ड की सबसे बड़ी कैनाल है। तो सरदार वल्लभ भाई पटेल अपनी आंखों से डैम को नहीं देख सके, क्योंकि 15 दिसंबर 1950 में उनकी डेथ हो गई, और डैम की जो कंस्ट्रक्शन की नींव रखी गई 1961 में। तो स्टैचू यहाँ पर बनाने का उद्देश्य यही है कि वो अपने अधूरे सपने को अपनी आंखों से देख सके। इसीलिए उनका फेस डायरेक्शन जो है वो डैम की तरफ है, और वो पूर्व दिशा है, ईस्ट है। तो सूरज की पहली किरण उनके फेस पर ही आती है। स्टैचू का पूरा कंस्ट्रक्शन LLT कंपनी ने किया, लार्सन एंड टुब्रो, जो इंडियन कंस्ट्रक्शन कंपनी है। और स्टैचू को डिजाइन किया है राम सुतार जी ने, जो महाराष्ट्र के धुलिया डिस्ट्रिक्ट से बिलोंग करते हैं। महाराष्ट्राचे धुळेचे ते गोंदूर गावाचे। इसके पहले जो टॉलेस्ट स्टैचू था स्प्रिंग टेम्पल बुद्धा चाइना का, जो अभी 2nd टॉलेस्ट स्टैचू है, वो भी राम सुतार जी ने ही डिजाइन किया है आज से 12 साल पहले। और अभी जो छत्रपति शिवाजी महाराज का स्टैचू जो मुंबई में बनने वाला है वही डिजाइन कर रहे हैं। वो उसका हाइट का इशू चल रहा है, अभी गवर्नमेंट ने कुछ कंफर्म माना तो वही डिजाइन कर रहे हैं। उनकी करंट एज है 95 ईयर्स। अभी उनका बेटा भी उनके साथ काम करता है, अनिल सुतार। यहाँ पर क्लास में आपको स्ट्रक्चर दिखेगा। आज तक किसी भी स्टैचू में ऐसा स्ट्रक्चर शो नहीं किया गया कि उसको बनाया कैसे है। तो हम लोग यहाँ पर स्ट्रक्चर भी देख सकते हैं, जो पूरी स्टील की फ्रेमिंग की गई है। आउटर लेयर जो ये ब्रॉन्ज का है, जिसमें 85% कॉपर है, तांबा, एंड 55% जिंक, टीन एंड लेड है। तो 85% कॉपर होने की वजह से ऑक्सीडाइज होगा। तो जैसे स्टैचू ऑफ लिबर्टी आज पूरी तरह से ग्रीन हो चुका है, आफ्टर 60, 70 एंड 100 ईयर्स इसका भी कलर चेंज हो जाएगा। और आउटर लेयर के 6500 प्लेट ज्वाइन करके ये स्टैचू खड़ा किया है। अगर आप नीचे से देखोगे तो पूरी बॉडी में स्क्वायर दिखाई देते हैं। तो वो 6500 प्लेट ज्वाइन किए, और हर प्लेट को स्पेसिफिक नंबर्स दिए गए इसी येलो मार्किंग्स। इनकेस फ्यूचर में कोई प्लेट डैमेज होती है तो हम लोग उसको इजीली रिप्लेस कर सकते हैं नंबर के थ्रू। और ये स्टील के फ्रेमिंग में शॉक अब्जॉर्बर्स है। 6.5 रेक्टर स्केल का अगर अर्थ भूकंप आता भी है तो स्टैचू सह सकता है, और 220 किलोमीटर प्रति घंटे की हवा है। बिकॉज इसका जो फाउंडेशन है, हम नीचे एग्जीबिशन म्यूजियम में एंट्री करते हैं, उसके नीचे 58 मीटर्स का फाउंडेशन है। तो फाउंडेशन से 240 मीटर्स का स्टैचू है। फिर पैरों के पास से 157 मीटर्स। हम लोग ग्राउंड फ्लोर पे काम करते हैं 182 मीटर। तो ये 182 ही क्यों रखा गया? क्योंकि गुजरात के जो असेंबली के सीट्स है, विधानसभा की बैठक है 182 है। अच्छा, इसलिए 182 मीटर हाइट है। ये पूरा स्ट्रक्चर 42 मंथ्स यानी कि 3.5 साल में कंप्लीट किया गया। ये एक वर्ल्ड रिकॉर्ड है। इसके पहले इतना बड़ा स्ट्रक्चर इतने कम समय में पूरी दुनिया में कहीं खड़ा नहीं हुआ, जिसमें लागत आई थी 3000 करोड़। तभी आपको फ्रंट व्यू देखना है, बैक व्यू भी और साइड में आपको स्ट्रक्चर दिख जाएगा। इधर ये दोनों ही साइड में बाहर निकला हुआ पोर्शन शॉल का है, और सरदार जी ने जैकेट पहना हुआ है। जैकेट का टॉप टू 2nd बटन हम लोग यहाँ पर, तो नीचे जाके आइडिया आएगा कि हम लोग इतनी कौन सा बटन कहाँ पे? इधर। अच्छा इधर है। ये यहाँ पर आज वो जो होलो दिख रहा है, ये जो राउंड दिख रहा है, ये जैकेट का 2nd बटन। सेकंड बटन, टॉप से भी सेकंड बटन मैनुअल जैसा ही अच्छा शाह अपने बॉयलर वेसल का मैनुअल जैसा है। हाँ मैनुअल जैसा। ओके गुड, थैंक यू। आपको उतार लिया, वीडियो लिया पूरा? हाँ 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 चल रहा है। इनका लिया? वो अभी मलयालम में ट्रांसफर नहीं वो कुछ नहीं करना है, वैसे ही रहेगा। अभी डैम पे भी जाएंगे ना, चल नहीं अभी इधर पहले घूम लेंगे ना पीछे। ए शिबू ताड़ेला व्यू है कॉलर शॉट में। सुनो, शाम तक रुको आप इधर, रुक जाओ इधर। वो धक्का देके निकालेंगे फिर निकलेंगे। അവിടെ നിന്ന് ആ ഡാം നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിൽ। सोचो अभी कोडक कंपनी होता, हाँ? तो वो फोटो खींचते थे ना हम लोग। अरे यार लास्ट फोटो बचा, कोई अच्छा व्यू चाहिए, याद है वो
30 फोटो निकलता था. അങ്ങനെ നമുക്ക് കാണാം. ഇത് ഏകദേശം 135 മീറ്റർ ഉയരത്തിലുള്ള ഇതാണ് വ്യൂയിങ് ഗാലറി. ഇവിടെ വേറൊരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ സ്റ്റീൽ സ്ട്രക്ചർ നമുക്ക് കാണാം. ഉള്ളിൽ വന്ന ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ മൊത്തമായിട്ടും സ്റ്റീലിൽ പണിതിരിക്കുന്ന സ്ട്രക്ചർ. ഇത് എർത്ത് ക്വേക്ക്, ഭൂകമ്പത്തിന് വരെ ഇത് സഹിക്കാനുള്ള 6.5 എന്തോ അങ്ങനെയാണ് പറഞ്ഞത് അവർ. അതിനെ കാണാനുള്ള ഇത് കാണാം. സ്റ്റീൽ സ്ട്രക്ചർ മൊത്തം താഴെ വരെയുള്ള സ്റ്റീൽ സ്ട്രക്ചർ കാണാം. എന്തൊരു നല്ല വ്യൂ വേണ്ട, എന്തൊരു നല്ല വ്യൂ, സൂപ്പർ, അടിപൊളിയായിരിക്കുന്നുണ്ട്, സൂപ്പർ, ഇറ്റ് ഗ്രേറ്റ്. നിങ്ങൾക്ക് താഴെയുള്ള വർക്കിംഗ് പ്ലാറ്റ്ഫോംസൊക്കെ കാണാം ഹൈറ്റിൽ സ്റ്റീൽ സ്ട്രക്ചർ. അതിൻ്റെ മേളിലാണ് ഇതിൻ്റെ പട്ടേൽജിയുടെ കോട്ടിങ്ങൊക്കെ കാണുന്നത്. ആൾക്കാർക്ക് ഓരോന്ന് ഇതായിട്ട് നമുക്ക് ടോയ്ലറ്റ് അറേഞ്ചുകൾ, ആൾക്കാർ അവിടെ വ്യൂ ചെയ്യാണ്. ലിഫ്റ്റ് ലോബികൾ. കോണ ये तो टॉप का भी एक बार दिखाना ना. ഇതാണ് ഡാമിൻ്റെ ബാക്ക് വ്യൂ. अरे तुम ब्लर रहते. ബാക്ക് വ്യൂ കാണാം. അതിൽ ब्लर रहते. നമ്മൾ വന്നിരിക്കുന്ന റോഡ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും. उसमें एक बार टच करो, दिखेगा, देखो. इसमें रेडीमेड वीडियो ले लेने का अपन. ബാക്ക് വ്യൂ നിങ്ങൾക്ക് കാണാം സൂപ്പറായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു ഷോക്ക് അബ്സോർബിങ്. 135 मीटर हाइट वरे എർത്ത് ചലനങ്ങൾ റെസിസ്റ്റൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. छातीच्या इकडे व्ह्यूइंग गॅलरी बनवलेली आहे. വളരെ व्ह्यूइंग गॅलरी मध्ये उभं आहे. ബാക്ക്ഗ്രൗണ്ടിൽ കാണാം നിങ്ങൾക്ക്, ഡിസ്റ്റൻസ് വ്യൂവിൽ കാണാം ഇങ്ങനെ ബോട്ട് വ്യൂ झाला अर्धा तास. ते बघा रोड दिसतोय ना, ते रोडवरनं आलो आता आम्ही. നിങ്ങൾക്ക് കാണാം. खालती जाऊन करतो परत, म्हणजे अख्खी पूर्ण मूर्ती दिसेल. അതിൽ मग आईला पण दाखव. ടീം വരുന്നുണ്ട്. करतो परत तर. शिबू शिबू വ്യൂയിങ് ഗാലറി കഴിഞ്ഞ് നമ്മൾ ലിഫ്റ്റിലൂടെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു ബേസ്മെൻ്റ് ഉണ്ട്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ചിത്രത്തിൽ കാണുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ ഉള്ള സ്ഥലം. അതും വളരെ മനോഹരമായ സ്ഥലമാണ്. എല്ലാവർക്കും ഫോട്ടോ വീഡിയോ എടുക്കേണ്ട ഒരു സ്പോട്ടാണ്. സോ അത് അനുഭവിച്ചതിന് ശേഷം ഞങ്ങൾ മെല്ലെ മെല്ലെ താഴോട്ടേക്ക് സ്റ്റെപ്സ് ഇറങ്ങി പോവുകയാണ്. ഇവിടെയും ബേസ്മെൻറ്റിലും നല്ല അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി റൂമുകൾ, പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, പിന്നെ നമുക്ക് കടകമ്പളങ്ങൾ, അങ്ങനെ നിറയെ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഈ 4 ഭാഗത്തും ഇതേപോലെ ഒരു ഹാൻഡ് റെയിൽ ബേസ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കാണാം. ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് കാണാം. ഈവനിങ് ആയി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നർമ്മദാ നദി അങ്ങനെ ഒഴുകുകയാണ്. ഇത് ബാക്ക് സൈഡ് വ്യൂ ആണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് സർദാർ സരോവർ ഡാം, അതായത് ഏഷ്യയിലെ ലാർജസ്റ്റ് ഡാം എന്ന് പറഞ്ഞത്. അങ്ങനെ സ്റ്റെപ്സ് നമ്മൾ ഇറങ്ങി താഴോട്ട് പോവാണ്. എല്ലാം വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ഇവിടെ. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വ്യൂവിൽ കാണാം. അതായത് ബോട്ട് സർവീസ് ഉണ്ട്. ഈ നർമ്മദ ബോട്ടിലൂടെ, നദിയിലൂടെ വന്നിട്ട് നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റും. അത് ചെറിയ എമൗണ്ടാണ്. പേ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ടേക്ക് ബോട്ട് സർവീസ് ഓൾസോ. സോ അത് അവിടെ ഉണ്ട്. ലിഫ്റ്റ് വേണ്ടവർക്ക് ലിഫ്റ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെൻറ്ററിൽ കാണാം. അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളുള്ള ഏരിയയിൽ നിന്നും അത് വ്യൂ എടുത്തതിന് ശേഷം ഞങ്ങൾ മെല്ലെ താഴോട്ട് ഇറങ്ങുകയാണ് സ്റ്റെപ്സിലൂടെ. താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ വേറൊരു വ്യൂ, മനോഹരമായ ഒരു വ്യൂ ഏരിയയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം
ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അതായത് ആ നെക്സ്റ്റ് സ്റ്റെപ്പ് താഴോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സർദാർ പട്ടേലിൻ്റെ പ്രതിമ ഫുള്ളായിട്ട് നിങ്ങൾക്ക് താഴെ നിന്നും വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ നല്ലൊരു വ്യൂ നിങ്ങൾക്ക് ഇവിടെ നിന്നും കിട്ടുന്നതാണ്. ഫോട്ടോജനിക് ആയിട്ടുള്ള വ്യൂ ആണ്. ഇവിടെ ആൾക്കാരുടെ തിരക്കാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ആകാശത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഫോട്ടോസ് വളരെ നല്ലൊരു കാഴ്ചയാണ് പ്രദാനം ചെയ്യുന്നത്. സോ അവിടെ നിന്ന് സെൽഫി, അതേപോലെ തന്നെ ഫോട്ടോസ്, വീഡിയോസ് എടുക്കാൻ ഒത്തിരി പേര് ഈ ഏരിയയിൽ വന്ന് തിരക്ക് കൂട്ടുന്നുണ്ട്. നല്ലൊരു വ്യൂ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അവിടെ സ്റ്റെപ്സ് വേണ്ടവരുണ്ട്, എസ്കലേറ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിലുള്ള വ്യൂ കാണാൻ പറ്റും. ഒരു ബ്രിഡ്ജ്, ദെൻ പാർക്ക്, അതേപോലെ തന്നെ നിങ്ങൾക്കൊരു നർമ്മദ നദി ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു റോഡുമായിട്ടുള്ള ഒരു കണക്റ്റിംഗ് ബ്രിഡ്ജാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മെറ്റീരിയൽസ് അതേപോലെ കൺസ്ട്രക്ഷൻ ടൈമിൽ കൊണ്ടുവരിക്കുന്ന ഈ ഏരിയ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഫസ്റ്റ് നടന്നു വന്ന ഒരു ഏരിയയാണ് ബിലോ ദ പാർക്ക്. അതിൻ്റെ ഫൗണ്ടേഷൻ പില്ലേഴ്സ് ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും എത്തിക്കഴിഞ്ഞാൽ, മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ. ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, പിന്നെ ഇതൊരു വ്യൂയിങ് ഗാലറിയാണ്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഈവനിങ്ങിലുള്ള ലേസർ ഷോസ്, ദെൻ മ്യൂസിക്കൽ അറേഞ്ച്മെൻറ്റ്സ്, ഇതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെയൊക്കെ ഈവനിങ് ആയിക്കഴിഞ്ഞാൽ നല്ല ആളുണ്ടാവും. ഇപ്പോൾ കോവിഡ് കാരണം കുറച്ച് ജനക്കൂട്ടം കുറവാണ്. സോ അവിടെ നിന്ന് നമ്മൾ മെല്ലെ പതിയെ വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അനദർ അട്രാക്ഷൻ, ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. ഫുൾ ഫെസിലിറ്റേറ്റഡ് ഫുഡ്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫുഡ് കോർട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ്. കാണാം ഇഷ്ടംപോലെ കടകൾ. അപ്പോൾ ഫുഡ് കോർട്ടിൽ നിന്ന് നടന്ന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ മെയിൻ റോഡിലെത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് നടന്ന് അപ്പുറമുള്ള ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ വെഹിക്കിൾ പാർക്കിംഗ് ഏരിയയിലേക്ക് ബസ് കിട്ടുന്നതാണ്. ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്, നേരെ ബസ് സ്റ്റാൻഡിലേക്ക്. ഇതാണ് നമ്മൾ നേരത്തെ വന്നിരിക്കുന്ന ബസ് സ്റ്റാൻഡ്. സോ ഇവിടുന്ന് ഒരു ബസ് പിക്കപ്പ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. വിശാലമായ ഒരു ബസ് സ്റ്റാൻഡാണ്. നിങ്ങൾക്ക് കാണാം ഒത്തിരി ബസ്സുകൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഫ്രീ സർവീസാണ്. എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇൻ ദ ടിക്കറ്റ്. 250 പെർ പേഴ്സൺ മുതൽ 250 പെർ പേഴ്സൺ ആണ് ജനറലി. ബട്ട് നിങ്ങൾക്ക് വ്യൂയിങ് ഗാലറി ഇതെല്ലാം ഉള്ള സമയത്ത് അറൗണ്ട് 370 അങ്ങനെ എന്തോ ആവുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് വർത്ത്. വളരെ നല്ലൊരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും ഇതൊരു ഇന്ത്യക്ക് അഭിമാനകരമായ ഒരു നിമിഷമാണ്. സോ അടുത്തുള്ള ബസ് പിക്ക് ചെയ്തിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു ബസ് പിക്ക് ചെയ്ത് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പം സർദാർ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സൈറ്റ് വിട്ട് കുറച്ച് വെളിയിലോട്ട് വന്നിരിക്കുകയാണ്. ഓൺ ദ വേ ആണ്. സോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം വിദൂരമായിട്ട് സർദാർ പട്ടേൽ പ്രതിമ. ഞങ്ങൾ എന്തുകൊണ്ടും അഭിമാനകരമായ ഒരു നിമിഷമായിരുന്നു. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളും വരിക, വല്ലപ്പോഴും ചാൻസ് കിട്ടുകയാണെങ്കിൽ. സോ ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാവുന്നതാണ്. So thank you. Until next video. Bye.